ഹലോ ആൾ, ഈ ഒരു വീഡിയോ കാണുന്നത് ഈ വർഷം MBBS കയറുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം MBBS കയറാനുള്ള സ്റ്റുഡൻസ്, അതായത് നീറ്റ് 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. ഏതായാലും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS എസെൻഷ്യൽസ് ആണ്. വാട്ട് ടു ബൈ ഫോർ ഫസ്റ്റ് ഇയർ MBBS. ഫസ്റ്റ് ഇയർ MBBS എന്തൊക്കെയാണ് നിങ്ങൾ വാങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ചിലപ്പോൾ ഈ വർഷം MBBS കയറുന്ന സ്റ്റുഡൻസിൻ്റെ പേരൻസ് ആയിരിക്കും കാണുന്നത്. ഏതായാലും ഒരു കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയായിരിക്കും. എന്തൊക്കെ നിങ്ങൾ വാങ്ങണം, എന്തൊക്കെ വാങ്ങണ്ട, പിന്നെ ചില സാധനങ്ങൾ നിങ്ങൾ ഇപ്പോൾ വാങ്ങണം അതോ സെക്കൻഡ് ഇയറിൽ വാങ്ങിയാൽ മതി എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരും. അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷാഹിദാണ്. ഞാൻ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. MBBS സ്റ്റുഡൻസ് ആണെങ്കിൽ നീറ്റ് ആസ്പിറൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് MBBS വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരുപാട് ഷോർട്സ് കാരണം നമ്മൾ ഒരുപാട് ഷോർട്സിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ ഭാഗത്ത് നിന്ന് തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങളുടെ തുടക്കത്തിൽ ഇപ്പം നമ്മൾ എന്തൊക്കെ വാങ്ങണം എന്നുള്ളതാണല്ലോ ഇന്നത്തെ ടോപ്പിക്ക്. തുടക്കത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങളിപ്പോൾ ഈ ഒരു കോട്ടിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ 3 ഇയർ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു സാധനം, ഈ ഒരു വൈറ്റ് കോട്ട് അല്ലെങ്കിൽ ആപ്രൺ നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈറ്റ് കോട്ടിനെ കുറിച്ചിട്ട് തന്നെയാണ് ഇത്. നിങ്ങൾ വളരെ നീറ്റായിട്ട് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇതാണ് വൈറ്റ് കോട്ട്. വൈറ്റ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കോളേജ് ഷോപ്പിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷേ ചില മെഡിക്കൽ കോളേജസ് അവരുടേതായിട്ടുള്ള പ്രിന്റിംഗ് ഉള്ള കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജിപ്മറിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ അങ്ങനെ ഇട്ടത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ജിപ്മറല്ല, പല കേരളത്തിൽ തന്നെ വേറെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ട്സ് ആയാലും അവരൊക്കെ അവരുടെ ലോഗുള്ള കോട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ആണെങ്കിൽ കോട്ട് വാങ്ങാം. അപ്പോൾ ഈ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 500 to 600 രൂപക്ക് നമ്മൾ കോളേജിലത്തെ സ്റ്റോറിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഈ ഒരു കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോട്ട് ഉണ്ടാകുന്നത് നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ കോട്ട് ആകെ ചളിയായി. അപ്പോൾ 2 കോട്ടൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ കോട്ട് തന്നെയാണ് നിങ്ങൾ പ്രാക്ടിക്കലിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. അതായത് ഡിസെക്ഷൻ ഹാളിൽ ഈ കോട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിയോളജി പ്രാക്ടിക്കൽ, ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽസിനെല്ലാം ഈ കോട്ട് തന്നെയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ, അതായത് തിയറി എക്സാമിനല്ല പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ടും കോട്ട് തന്നെയായിരിക്കും ഇടുക. അപ്പോൾ ഈ 1 ഇയർ ഒരു കോട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ റിസ്ക് ആണ്. അപ്പോൾ 2 കോട്ടൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡിസെക്ഷൻ ഹാളിൽ ഡിസെക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഈ കോട്ട് നമുക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് അപ്പോൾ നാളെ അത് ഉണങ്ങാൻ, അതായത് ഡ്രൈ ആവാൻ ചാൻസ് കുറവാണല്ലോ. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ 2 കോട്ട് ഉണ്ടാകുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് എല്ലാവരും MBBS എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ഓടി വരുന്ന സാധനമാണ് ഈ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ. സ്റ്റെതസ്കോപ്പ് ഇത് ലോക്കൽ സ്റ്റെതസ്കോപ്പാണ്. ഇത് എനിക്ക് സൈലം ഗിഫ്റ്റ് ചെയ്ത സ്റ്റെതസ്കോപ്പാണ്. ഇത് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെജോറിറ്റി ഓഫ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും, അതായത് കോച്ചിങ് സെൻറ്റേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് MBBS ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നീറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 600-700 രൂപ വില വരുന്ന സ്റ്റെതസ്കോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്, എൻ്റെ കയ്യിൽ 2 ഉണ്ട്. ഓക്കെ, 2 സ്റ്റെതസ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ഇയർ MBBS ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഫസ്റ്റ് ഇയർ MBBS സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വരുന്നില്ല. നിങ്ങൾക്ക് സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ശരിക്കും സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോളജി ലാബിലാണ് BP നോക്കാനൊക്കെ വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ഈ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റെതസ്കോപ്പ് വാങ്ങണം നമുക്ക് പല സ്റ്റുഡൻസിനും ഡൗട്ട് ഉണ്ടാവും. ശരിക്കും നമ്മളെ ലാബിൽ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അവിടെയാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ അവിടെ ലാബിലൊക്കെ ഒരുപാട് സ്റ്റെതസ്കോപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കറൻറ്റ്ലി ഇതിൻ്റെ സ്റ്റെതസ്കോപ്പ് ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക. സെക്കൻഡ് ഇയറിൽ സ്റ്റെതസ്കോപ്പിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് ആവശ്യമുണ്ട്. കാര്യം നമ്മൾ ഡയറക്റ്റ്ലി ക്ലിനിക്കിലോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതെ പേഷ്യൻസിന് നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതാണ് സ്റ്റെതസ്കോപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാം, അടുത്തതായിട്ട് നിങ്ങൾക്ക് ബുക്സിനെ കുറിച്ചിട്ട് പറയാം. ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ വരുന്നത് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ആണ്. ഓക്കെ, അപ്പോൾ ഈ അനാട്ടമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാട്ടമിക് ഏതാണ്, വിശ്രം സിംഗ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഞാനൊക്കെ ഫസ്റ്റ് ഇയറിൽ വിശ്രം സിംഗ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ BD ചൗരസിയ, അതുപോലെ തന്നെ ഗ്രേസ് അനാട്ടമി യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഗ്രേസ് അനാട്ടമിയിലൊക്കെ ഡയഗ്രാംസ് അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നത്, ഞാനത് ഡയഗ്രാംസ് ഒക്കെ നോക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ടാബിലായിരുന്നു. ഞാൻ ടാബൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ബയോകെമിസ്ട്രി, ഞാൻ വാസുദേവൻ സാറിൻ്റെ ബുക്കായിരുന്നു ബയോകെമിസ്ട്രി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ
ഫിസിയോളജിക്ക് GK പാരായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 ബുക്കിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. പിന്നെ ഹിസ്റ്റോളജി ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ന്യൂറോ അനാറ്റമി ഉണ്ട്. അങ്ങനെ അതൊക്കെ അനാറ്റമീൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ പല സ്റ്റുഡൻസിൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കൊക്കെ വാങ്ങണം എന്നുള്ളത്. ബുക്കിന് ഏകദേശം ഒരു 6K അടുത്ത് വില വരും. ബുക്കൊന്നും കറൻറ്റ്ലി നിങ്ങളിപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല. വാങ്ങേണ്ട ആവശ്യമില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബുക്ക് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ ബുക്ക് വാങ്ങാം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ബുക്ക് കാണിച്ചു തരാൻ ബുക്കില്ല. എൻ്റെ ടേബിൾ കുറച്ച് ബുക്ക്സ് ഉണ്ട്. ഇത് ഫാർമക്കോളജിൻ്റെ ബുക്ക്, അത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്കാണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ ആണെന്ന് നിങ്ങൾക്കറിയില്ല. എൻ്റെ ബുക്കെല്ലാം ജൂനിയേഴ്സിന് കൊടുത്തതാണ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സീനിയേഴ്സിനോട് ചോദിക്കാം ജസ്റ്റ് ഒരു വർഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സീനിയേഴ്സിനടുത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രേസ് അനാറ്റമി ഇതുപോലത്തെ എല്ലാ ബുക്കും വാങ്ങേണ്ട ആവശ്യമില്ല. ഓരോ ബുക്ക് മതി. ഈ ഗ്രേസ് അനാറ്റമി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ PDF ഒക്കെ കിട്ടും. അപ്പോൾ PDF ഒക്കെ ടാബിലൊക്കെ വെച്ചിട്ട് അത് നോക്കിയാൽ മതി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒന്നും കൂടി നമുക്ക് സുഖം. കാര്യം ഒരുപാട് ബുക്ക് ഉണ്ടാകുമ്പോൾ, അത്രയും ബൾക്കി ബുക്ക് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അത് കൊണ്ടുപോകാനും കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുക്കിനെ കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അനാറ്റമിയിൽ തന്നെ നിങ്ങൾ ഡിസെക്ഷൻ ഹാളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങേണ്ട സാധനം തന്നെയാണ് ഈ കണ്ണിങ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. ആരും ഇത് വാങ്ങരുത്. ഇത് നിങ്ങൾക്ക് സീനിയേഴ്സ് തന്നെ കോളേജിൽ നിന്ന് തരും. ഓക്കെ, എനിക്കൊക്കെ കോളേജിൽ നിന്ന് സീനിയേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് തരും, അത് തിരിച്ചു കൊടുത്താൽ മതി. കാര്യം അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ മാത്രമേ യൂസ് ഉള്ളൂ. ഓക്കെ, പിന്നെ ബുക്സ് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് H&E പെൻസിൽസ് ആണ്. ഈ പെൻസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1 ഇയർ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് ഇയറിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇയർ ആയിട്ടില്ല. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യും. ഫസ്റ്റ് ഇയറിലൊക്കെ ഇതിന് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 തവണ ഒക്കെ നിങ്ങളിത് ഷാർപ്പൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് ഇതിൻ്റെ ഈ ഒരു ഇത് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പെൻസിലാണ്. ഇത് ചെറിയ ഒരു പൈസ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 6 രൂപയൊക്കെ ഉള്ളൂ തോന്നുന്നു. പക്ഷേ ഇതിനെക്കാട്ടിലും വില കൂടിയതൊക്കെ ഉണ്ട്, 50 രൂപേൻ്റെ ഒക്കെ. അതൊക്കെ നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്. ഓക്കെ, ഒരുപാട് നേരത്തേക്ക് നിൽക്കും, ഡ്യൂറബിലിറ്റി ഉണ്ട്. അതിൻ്റെ ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. അപ്പോൾ ഇതാണ് H&E പെൻസിലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഡിസെക്ഷൻ കിറ്റാണ്. ഡിസെക്ഷൻ കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഡിസെക്ഷൻ കിറ്റില്ലാതെ ഒരിക്കലും തുടക്കത്തിലൊന്നും നിങ്ങളങ്ങനെ കഴിയില്ല. പിന്നെ കുറച്ചൊരു 2-3 മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഡിസെക്ഷൻ കിറ്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ തുടക്കത്തിലൊന്നും അത് സമ്മതിക്കില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ മാസ്ക് ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. മാസ്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസെക്ഷൻ ഹാളിലോട്ടൊക്കെ പോകുമ്പോൾ സ്മെല്ലൊക്കെ അടിക്കാക്കാൻ വേണ്ടി. പിന്നെ ഗ്ലൗസ് ഒക്കെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബുക്ക്. പിന്നെ നിങ്ങൾ ഡിസെക്ഷൻ ഹാളിലൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ BP അപ്പാരറ്റസ് നിങ്ങൾ ഫിസിയോളജിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും. അപ്പോൾ ഫിസിയോളജി ലാബിൽ അത് ആൾറെഡി ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ BP അപ്പാരറ്റസ് താല്പര്യമുള്ളവർ വാങ്ങാം. നിങ്ങൾക്ക് ഫിനാൻഷ്യലി അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ വാങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയർ MBBS ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നൊന്നും നിങ്ങൾക്ക് മര്യാദയ്ക്ക് അറിയുന്നുണ്ടാവില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ നീറ്റ് PGയുടെ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത്ര ഹെൽപ്പ് ചെയ്യണമെന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്ലാസ് എടുക്കുന്നത് MCQs സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല അവർ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇയർ ഉപയോഗിച്ച ഒരു ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ എഴുതണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും. അതാണ് ഫോവിയ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മലയാളം മെഡിക്കൽ ലേണിംഗ് ആപ്പാണ് അത്. അപ്പോൾ സീനിയേഴ്സ് ക്ലാസ് എടുക്കുന്നത് പോലെ ആയിരിക്കും അതിൽ ക്ലാസ്സസ് എല്ലാം വരുന്നത്. ഇതിന്റെ മെയിൻ ഡീറ്റെയിൽസ് എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് അതിലുണ്ടാവും. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സും ഉണ്ടാവും. വളരെ അടിപൊളിയായിട്ടുള്ള നോട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഫസ്റ്റ് ഇയർ ഫൈനൽ എക്സാമിൻ്റെ ആ സമയത്ത് കംപ്ലീറ്റ്ലി ആ നോട്ടായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അതുപോലെ തന്നെ MCQs ഒക്കെ ഇപ്പോൾ പുതിയ പാറ്റേൺ വെച്ചിട്ട് MCQs ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫോവിയയിൽ പ്രീവിയസ് ഇയർ essay ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്, അതായത് അതടങ്ങിയ മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള MCQs നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് പല പാറ്റേണിലുള്ള MCQs, സിംഗിൾ ആൻസർ ടൈപ്പ്, അതായത് മൾട്ടിപ്പിൾ ആൻസർ ടൈപ്പ്, അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ്, കേസ് ബേസ് ചെയ്തിട്ടുള്ള MCQs, ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഹിസ്റ്റോളജി ഉണ്ട്, ഓസ്റ്റിയോളജി ഉണ്ട്, പ്രീവിയസ് ഇയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രാക്ടിക്കൽസും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് മെന്റർ ആയിട്ട് വരുന്നത് യൂണിവേഴ്സിറ്റി ടോപ്പേഴ്സ് അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് മെന്റർ ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ MBBS എടുക്കുന്ന സ്റ്റുഡൻസിന് മാത്രമായിട്ടല്ല ഇവർ ഇറക്കിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ അബ്രോഡ് MBBS പോകുകയാണെന്നുണ്ടെങ്കിൽ, അബ്രോഡ് MBBS സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒക്കെ, അല്ലെങ്കിൽ വേറെ ഏതൊരു സ്റ്റേറ്റിലുള്ള മലയാളി MBBS സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസും ആപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ MBBS എസെൻഷ്യൽസ് ആണ് പറയുന്നത്. സ്ക്രബ്സ് അതായത് OT ഡ്രസ്സ് പല സ്റ്റുഡൻസിനും ഉള്ള ഡൗട്ടാണ്, ഇത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് അല്ലേ. OT ഡ്രസ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ സാധനം OT ഡ്രസ്സ് ഇത് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഈ OT ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുണ്ടോ? യെസ്, ആവശ്യമുണ്ട്. പക്ഷേ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ആവശ്യമില്ല. OT ഡ്രസ്സ് നിങ്ങൾക്ക് ഒരിക്കലും ഫസ്റ്റ് ഇയറിൽ ആവശ്യമില്ല, സെക്കൻഡ് ഇയർ മുതലാണ്. കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ നിങ്ങൾ ക്ലിനിക്സിലോട്ട് പോകുന്നില്ല. ഇത് ഈ OT ഡ്രസ്സ് എന്തിനാണ്, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുമ്പോഴാണ് ഈ OT ഡ്രസ്സ് ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ആവശ്യം വരുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയുന്നത് ബോൺ സെറ്റാണ്. ഫിനാൻഷ്യലി അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ബോൺ സെറ്റ് വാങ്ങുക, നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പല കോളേജിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജിൽ തന്നെ ആൾറെഡി കുറച്ച് ബോൺ സെറ്റ് ഉണ്ടാകും, ചിലപ്പോൾ സീനിയേഴ്സിൻ്റെ കയ്യിലുണ്ടാകും, അവരിന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഫ്ലിപ്പിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോൺ സെറ്റ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബോൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൺ എന്ന് പറഞ്ഞാൽ സ്കള്ള് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ അതൊക്കെയാണ് നമ്മൾ എപ്പോഴും മറന്നു പോകുന്നത്, സ്കള്ള് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ അതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള ബോൺസ് ശരിക്കും എല്ലാ ബോൺസും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സ്കള്ളൊക്കെയാണ് എനിക്ക് എപ്പോഴും മാറിപ്പോകുന്ന കാര്യം, സ്കള്ളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് അതൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫിനാൻഷ്യലി അഫോർഡബിൾ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട കാര്യം അനാട്ടമി ഡിസെക്ഷൻ ഹാളിൽ തന്നെ ഒരുപാട് ബോൺസ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. കാരണം ഡിസെക്ഷൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്, 10 to 1 3 മണിക്കൂർ കിട്ടും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണൊക്കെ അവിടെ തന്നെ പഠിക്കാൻ പറ്റും, ഇതില്ലാത്തവർ. അടുത്തായിട്ട് പറയുന്നത് ക്ലോത്ത്സ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോയ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജീൻസ് പറ്റൂല, അതുപോലെ തന്നെ ടീഷർട്ട്സ് പറ്റൂല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റൂല. വളരെ വൃത്തിയിൽ തന്നെ നമ്മൾ പോകണം. പിന്നെ ഷൂ ഒക്കെ മാക്സിമം ഇടാൻ നോക്കുക. പിന്നെ ചില ഡിസെക്ഷനുകളിലൊക്കെ ചെരുപ്പൊന്നും പറ്റൂല എന്നാണ് നോർമലി ഞങ്ങളെ ഫാക്കൽറ്റീസ് ഒക്കെ പറയാറ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഗേൾസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർത്തി പാൻസും കാര്യങ്ങളൊക്കെയാണ് നോർമലി സ്റ്റുഡൻസ് ഇടാറ്. പിന്നെ ബോയ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജീൻസ് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ, നമ്മളെ ടീഷർട്ട്സ് പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാർഗോ പാൻസും കാര്യങ്ങളൊന്നും പറ്റൂല. ഓക്കെ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നല്ലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം നിങ്ങളുടെ കയ്യിൽ. നല്ലൊരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്നും പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഐപാഡ് ഒന്നും എല്ലാവർക്കും വാങ്ങാൻ പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾ നോട്ട്സ് കോളേജിലത്തെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അതിലോട്ടാണ് വരിക. അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. പിന്നെ നിങ്ങൾക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് പോകേണ്ടി വരും. അപ്പോൾ ആ ഫോട്ടോസൊക്കെ അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുക. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റൊക്കെ പറഞ്ഞു പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവാണ്. ഒരു എയർപോർട്ട്സ് ഉണ്ടാകുന്നത് നല്ലതാണ്. എയർപോർട്ട്സ് അല്ല, നിങ്ങൾ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഇപ്പോൾ ബോട്ടിൻ്റെ സാധനങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വയേർഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഫോബിയ ഏതൊക്കെ ആപ്പ് എടുത്തിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായിട്ട് നിങ്ങൾ ഫൈനലി പറയുന്നത് ഐപാഡാണ്. ഞാൻ ഐപാഡിൻ്റെ ബോക്സാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് 9th gen ആണ്. ഐപാഡിന് 9th gen ആണ്. അപ്പോൾ ഐപാഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഐപാഡ്. എൻ്റെ കയ്യിലുള്ള ഐപാഡ് ഇതാണ് ഐപാഡ്. അപ്പോൾ ഐപാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഞാനിത് ഏകദേശം ഓഫറിൽ വാങ്ങിയതാണ്. 21,000 സംതിങ്ങിന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് 9th gen-നെക്കാട്ടിലും ഒന്നിനും കൂടി നല്ലത് എയറൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വാങ്ങാൻ പറ്റും. ഒന്നും കൂടി സ്റ്റോറേജ് ഉള്ളത് ഏകദേശം മിനിമം 128 GB വേണം. അപ്പോൾ എൻ്റെ 64 ഉള്ളൂ. അപ്പോൾ എനിക്കിത് തികയുന്നില്ല. അപ്പോൾ നിങ്ങൾ 128 GB ഉള്ളത് വാങ്ങാൻ നോക്കുക, വാങ്ങുന്നവരൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഐപാഡ് മാത്രം വാങ്ങിയാൽ പോരാ, നിങ്ങൾ അതിൻ്റെ കൂടെ പെൻസിലും കൂടി വാങ്ങണം. അപ്പോൾ ഈ ഒരു പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. എല്ലാ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സിലും ഐപാഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ പറ്റുന്ന ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സിനൊക്കെ നിങ്ങൾ ഐപാഡ് യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ അടുത്ത് പറയാനുള്ള ലാപ്ടോപ്പാണ്. ഐപാഡ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ യൂസ് വരിക എന്ന് പറഞ്ഞാൽ PPT ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ PPT തന്നെ ഐപാഡിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ക്യാൻവ അതുപോലത്തെ ഞാനൊക്കെ ക്യാൻവയാണ് യൂസ് ചെയ്യാറ്. ഒന്നും കൂടി സുഖമാണ്. ഇപ്പോൾ പവർ പോയിന്റ് ഒക്കെ പെയ്ഡാണ്. അപ്പോൾ ക്യാൻവ ആകുമ്പോൾ സുഖമാണ്. ഇപ്പോൾ ക്യാൻവയും പെയ്ഡാണ്, ഒരുപാട് ഫീച്ചേഴ്സ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐപാഡ് യൂസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ലാപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ലാപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലാപ്പും ഹോസ്റ്റലിലേക്ക് കൊടുക്കുന്നുള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ വാങ്ങേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വൈറ്റ് കോട്ടിൻ്റെ മെയിൻ ഉപയോഗമൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കോഡ് സെറിമണി എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ വൈറ്റ് കോഡ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കോഡ് സെറിമണി ഉണ്ടാവും. അപ്പോൾ ആ വൈറ്റ് കോഡ് സെറിമണി അല്ല, ഞാനൊക്കെ പഠിച്ച ടൈമിൽ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് അവിടുത്തെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ കോളേജ് നമുക്ക് വൈറ്റ് കോഡ് തന്നിട്ട് അവർ ഇട്ട് തരുന്നത് പ്രോഗ്രാമാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല.
നമ്മൾ വാങ്ങണം വൈറ്റ് കോട്ടുകളൊക്കെ കോട്ട് നമ്മൾ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും നമുക്ക് ഇട്ട് തരുന്ന ഒരു പ്രോഗ്രാമാണ് വൈറ്റ് കോട്ട് സെറമണി. അപ്പോൾ ഇത് ഫസ്റ്റ് ഇയർ MBBS ഉള്ളൊരു പ്രോഗ്രാമാണ്. പിന്നെ ഫൈനൽ ഇയറിലൊന്നും നിങ്ങൾക്ക് കിട്ടൂല ഈ കാര്യം, ഫസ്റ്റ് ഇയറിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ഫസ്റ്റ് ഇയർ MBBS ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ മതി. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞാൻ എന്താ പറയുക എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. പിന്നെ നിങ്ങൾ വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഹോസ്റ്റലിലോട്ട് പോകാൻ നിങ്ങൾ ഒരുപാട് അധികം സാധനങ്ങൾ നിങ്ങൾ വാങ്ങേണ്ടി വരും. എക്സ്ട്രാ ഡ്രസ്സ് നിങ്ങൾ വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങളിപ്പോൾ നീറ്റിനൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിന്നതല്ലേ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മതി. അത്ര കാര്യങ്ങളൊക്കെ തന്നെ മതി. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം പറയാനുള്ള ബുക്സാണ്, നോട്ട്ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ലെക്ചർ നോട്ട് എഴുതുന്നവരുണ്ട്. അപ്പോൾ ഐപാഡിൽ ഐപാഡിൽ എഴുതാൻ നോക്കുക. അല്ലെങ്കിൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐപാഡിൽ നോക്കി അങ്ങനെ പെട്ടെന്ന് കത്തൂല. പ്രിന്റ് ഈ നോട്ട് തന്നെ വേണം, ഈ ഫിസിക്കലായിട്ട് നോട്ട് വേണം. അപ്പോൾ ഞാനൊക്കെ നോട്ടിലാണ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെക്ചർ നോട്ട് എഴുതുന്നവർ ആ നോട്ട് ബുക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ എക്സ്റ്റേണൽ ആപ്പ് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നോട്ടിൽ എഴുതാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് A4 നോട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഉഷാറായിട്ട് ഇരിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. സോ ഓൾ ദി ബെസ്റ്റ്.